ഇംഗ്ലീഷ് ഫീലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റ് ആയി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 9ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് പഠിച്ചു അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ കണ്ടിന്യൂസിൻ്റെ റൂള് പഠിച്ചു. പിന്നെ നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് പഠിച്ചു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളെല്ലാവരും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിനി 1 by 1 ആയിട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ബി ഡാഷ് ഫോർ ഹിസ് കോൾ സിൻസ് 4:20. നമ്മളെന്താ പറഞ്ഞേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ പറയുമെന്ന് പറഞ്ഞു. ഇപ്പം 4:20 മുതൽ അവർ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അല്ലേ? അപ്പം ഓപ്ഷൻസ് എന്താ വരിക? റൂൾ എന്തായിരുന്നു? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. അപ്പോൾ ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ING. ഇവിടെ ഒറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ അങ്ങനെ. അപ്പം ആൻസർ എന്താണ്? ഹാവ് ബീൻ വെയിറ്റിംഗ്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ഡാഷ് ഏർലി മോർണിംഗ്. നമ്മൾ സിൻസും ഫോറും പഠിച്ചു അല്ലേ? ഓപ്ഷൻസ് എന്താ? സിൻസ് ഫോർ ജസ്റ്റ്. സിൻസും ഫോറും പഠിച്ചു. സിൻസ് എപ്പോഴാണ് വരിക? മുതൽ എന്നുള്ള അർത്ഥം വരും. അതിരാവിലെ മുതൽ. പിന്നെ ഫോർ അവിടെ വരെ 2 വർഷങ്ങളായി 3 വർഷങ്ങളായി, അല്ലെങ്കിൽ ഫോർ പീരീഡ് ഓഫ് ടൈമിനും സിൻസ് പോയിന്റ് ഓഫ് ടൈമിനും. പോയിന്റ് ഓഫ് ടൈം കറക്റ്റ് ഒരു ടൈം പറയുവാണെങ്കിൽ അല്ലേ, അതിരാവിലെ മുതൽ എന്നുള്ള അർത്ഥം വരുമ്പോൾ സിൻസ് വരും. അപ്പോൾ ഇവിടെ എന്താ? അതിരാവിലെ മുതലല്ലേ? അപ്പം ഓപ്ഷൻ എന്താ? ആൻസർ എന്താ വരിക? സിൻസ്. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഡാഷ് ഹിയർ ഫോർ 5 years. കണ്ടോ? 5 years 5 വർഷങ്ങളായി. ഓപ്ഷൻസ് എന്തൊക്കെയാ? വർക്ക്, ഈസ് വർക്കിംഗ്, ഹാസ് ബീൻ വർക്കിംഗ്. ആൻസർ എന്താ? ഹാസ് ബീൻ വർക്കിംഗ് അല്ലേ? പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ഡാഷ് 5 years. ഇവിടെ നോക്കൂ, സിൻസ് ഫോർ ജസ്റ്റ്. ഓപ്ഷൻസ് എന്താ വരിക? 5 വർഷങ്ങളായി. അപ്പം 4 വരണം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഹി ഡാഷ് ഇൽ സിൻസ് ലാസ്റ്റ് മന്ത്. നോക്കൂ, ഇവിടെ നമ്മൾ ഒരു വേർഡ്, ഇത് ശ്രദ്ധിക്കണം, ഇല്ലെന്നുള്ള വാക്ക് നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ഉപയോഗിക്കണം? പ്രസൻറ്റ് പെർഫെക്റ്റ്. അപ്പം ഹീയുടെ കൂടെ ഹാസ് ആണോ വരിക? ഹാവ് ആണോ വരിക? ഹാസ് അല്ലേ വരിക? അല്ലേ? ഹാസ് ആയിരിക്കും. പിന്നെ വിൽ ഹാവ് ബീൻ എന്താ വരാത്തത്? ഇത് ലാസ്റ്റ് മന്ത്, കഴിഞ്ഞ മാസം മുതൽ. അപ്പോൾ എന്തായാലും ഫ്യൂച്ചറിൽ വരത്തില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് നമുക്ക് ഹാസ് അല്ലെങ്കിൽ ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീനേ വരത്തുള്ളൂ. അപ്പോൾ ഹീയുടെ കൂടെ എന്താ വരിക? ഹാസ് ബീൻ. ഹാസ് ബീൻ ആണ് ആൻസർ. ക്ലിയർ ആണോ? ദേ ഹാവ് ബീൻ റണ്ണിങ് എ ഹോട്ടൽ ഡാഷ് 5 years. ഓപ്ഷൻസ് നോക്കൂ. ഫോർ സിൻസ് ലാസ്റ്റ് നമ്മൾ പഠിച്ചതാണ്. ഓപ്ഷൻസ് എന്താ? ആൻസർ എന്താ? 4. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദേ ഹാവ് ബീൻ ഡാഷ് എ ഹോട്ടൽ സിൻസ് 2015. റണ്ണിങ്, റൺ, റാൻ. നമ്മൾ റൂൾ എന്താ പഠിച്ചേ? ഹാസ് ഓർ ഹാവ് കഴിഞ്ഞിട്ട് ബീൻ കഴിഞ്ഞിട്ട് വെർ പ്ലസ് ING. ഇവിടെ ING ഫോം ഏതാ ഉള്ളത്? റണ്ണിങ് അല്ലേ? റണ്ണിങ് ആണ് ആൻസർ. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. വി ഹാവ് ബീൻ ഡാഷ് ഫോർ കേരള PSC ഫോർ 2 years. ഓപ്ഷൻസ് എന്തൊക്കെയാ? പ്രിപ്പയറിങ്. നോക്കൂ, വി ഹാവ് ബീൻ ഡാഷ് ING ഫോമിലേ വരത്തുള്ളൂ. പ്രിപ്പയറിങ് അല്ലേ? പ്രിപ്പയറിങ് ആണ് ആൻസർ. ഇനി വി ഹാവ് ബീൻ പ്രിപ്പയറിങ് ഫോർ കേരള PSC ഡാഷ് 2021. 2021 മുതൽ. അപ്പോൾ സിൻസ് വരുമോ? 4 വരുമോ? സിൻസ് അല്ലേ? ക്ലിയർ ആണല്ലോ. ഇനി 10ാമത്തെ. ഐ ഡാഷ് ഹിം സിൻസ് 2023. ഓപ്ഷൻസ് എന്തൊക്കെയാ? ഹാവ് ബീൻ നോയിങ്, ഹാവ് നോൺ, ഹാഡ് നോൺ. ഇവിടെ നമുക്ക് എന്താ അറിയേണ്ടത്? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, ഹാവ് നോൺ. നോക്കൂ, നോ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല എന്ന് നമുക്കറിയാം അല്ലേ? അപ്പം നമുക്ക് എന്താ ആൻസർ വരിക? കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല, നോയിങ് എന്ന് വരത്തില്ലല്ലോ. അപ്പോൾ ഹാവ് നോൺ അല്ലെ ഹാഡ് നോൺ വരണം. സിൻസ് 2023 വന്നിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഹാവ് നോൺ വരുമെന്ന് നമുക്ക് അറിയാം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് പ്രസൻറ്റ് ടെൻസ് ആണ്. നമ്മൾ പ്രസൻറ്റ് ടെൻസ് 1 by 1 ആയിട്ട് സിമ്പിൾ പ്രസൻറ്റ് പഠിച്ചു, പ്രസൻറ്റ് കണ്ടിന്യൂസ് പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചു, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് പഠിച്ചു. നമ്മൾ അതിനെ ഒറ്റ ഗ്ലാൻസ് ആയിട്ട് ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. ഇപ്പം നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ഒന്നും കൂടെ റിവൈസ് ചെയ്യണമെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് നമുക്ക് പ്രസൻറ്റ് ടെൻസിൽ എവിടെയൊക്കെ വരും, എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഒപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും തന്നിട്ടുണ്ട് താഴെ. 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് അതത്ര ചെയ്യുമ്പം ടെൻസിൻ്റെ ഫുൾ ഐഡിയ കിട്ടും. ക്ലിയർ ആണോ?
ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസിൻ്റെ. പ്രസൻറ്റ് ടെൻസ് മൊത്തത്തിൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ 4 തരത്തിൽ പറയാമെന്ന് പറഞ്ഞു അല്ലേ? എന്തൊക്കെയാണ് പ്രസൻറ്റ് ടെൻസ്? 4 തരത്തിൽ പറയാമെന്ന് പറഞ്ഞു. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇനി സിമ്പിൾ പ്രസൻറ്റിൻ്റെ റൂൾ നോക്കാം. റൂൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് V1 പ്ലസ് അതേഴ്സ്. നമ്മളിപ്പോൾ അഡ്വാൻസ് ആയിട്ടാണ് പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേഴ്സ് എന്ന് പഠിക്കും. നമ്മൾ നേരത്തെ ഓബ്ജക്റ്റ് എന്നാണ് പഠിച്ചത്. പക്ഷേ ഇവിടെ അതേഴ്സ് എന്ന് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഓബ്ജക്റ്റ് മാത്രമല്ല വരിക, സബ്ജക്റ്റും വെർബും എന്തായാലും വരണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓബ്ജക്റ്റ് വരാം, അല്ലെങ്കിൽ അഡ്ജക്റ്റീവ് വരാം, ആഡ് വെർബ് വരാം, എന്ത് വേണം വരാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതേഴ്സ് എന്ന് പഠിക്കും. ഇനി അഡ്വാൻസ് ആവുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ടഫറായിട്ട് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണല്ലോ? റൂള് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സിമ്പിൾ പ്രസൻറ്റ് എവിടെയൊക്കെ ഉപയോഗിക്കുമെന്ന് നമുക്ക് പഠിക്കണം. അപ്പം ടു എക്സ്പ്രസ് എ ഹബിച്വൽ ആക്ഷൻ. ഹബിച്വൽ ആക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം. ഒരു കാര്യം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ ഹബിച്വൽ ആക്ഷൻ എന്ന് പറയും. ക്ലിയർ ആണോ? സ്ഥിരമായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഹി ഡ്രിങ്ക്സ് ടീ എവറി മോർണിംഗ്. എല്ലാ ദിവസവും അവൻ ചായ കുടിക്കും. എല്ലാ ദിവസവും. കണ്ടോ? സ്ഥിരമായി ചെയ്യുന്ന കാര്യം. ഐ പ്ലേ ഹോക്കി എവറി ഈവനിങ്. എല്ലാ ഈവനിങ്ങിലും ഞാൻ ഹോക്കി കളിക്കും. ക്ലിയർ ആണല്ലോ? ഇനി ഷീ ഗെറ്റ് അപ്പ് എവറി ഡേ അറ്റ് 5 o'clock. 5 മണിക്ക് രാവിലെ എല്ലാ ദിവസവും അവൾ എഴുന്നേൽക്കും. സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. കണ്ടോ? വി ഗോ ടു ഓഫീസ് എവറി ഡേ. എല്ലാ ദിവസവും നമ്മൾ ഓഫീസിൽ പോകും. ക്ലിയർ ആണല്ലോ? അപ്പം ഈ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. ഇനി സിമ്പിൾ പ്രസൻറ്റ് വേറെ എവിടെ ഉപയോഗിക്കാൻ പറ്റും? ടു എക്സ്പ്രസ് ജനറൽ ട്രൂത്ത്സ് ഓർ യൂണിവേഴ്സൽ ട്രൂത്ത്. നമ്മൾ എല്ലാവരും, ലോകത്തിലുള്ള എല്ലാവരും സത്യം എന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. ക്ലിയർ ആണോ? ദ സൺ റൈസസ് ഇൻ ദ ഈസ്റ്റ്. പറഞ്ഞൂടെ? ഇനി ദ എർത്ത് റിവോൾവ്സ് അറൗണ്ട് ദ സൺ. ഇത് എവിടെയാണേലും സെയിം അല്ലേ? ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും എല്ലാവരും വിശ്വസിക്കുന്ന കാര്യമല്ലേ ഇത്? ഇത് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. ഇനി ഹണി ഈസ് സ്വീറ്റ്. തേൻ മധുരമുള്ളതാണ്. എല്ലാവരും അങ്ങനെയല്ലേ വിശ്വസിക്കുന്നത്? ഇനി ഫോർച്യൂൺ ഫേവേഴ്സ് ദ ബ്രേവ്. ക്ലിയർ ആണോ? എല്ലാവരും വിശ്വസിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഇനി ടു എക്സ്പ്രസ് എ ഫ്യൂച്ചർ ഈവൻറ്റ് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് എ ഫിക്സ്ഡ് ടൈം ടേബിൾ ഓർ ഫിക്സ്ഡ് പ്രോഗ്രാം. നമ്മളൊരു ഫിക്സ്ഡ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ഫിക്സ്ഡ് ടൈം ടേബിളോ ആയിട്ടുള്ള കാര്യം ഫ്യൂച്ചർ ഈവൻ്റ് ആണ്, ഫ്യൂച്ചറിലെ കാര്യമാണ്. അത് ഫിക്സ്ഡ് ടൈം ടേബിളിൽ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രോഗ്രാം ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെയും നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പ്രസൻറ്റിൽ പറയാൻ പറ്റും. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ദ മാച്ച് സ്റ്റാർട്ട്സ് അറ്റ് 8 o'clock. 8 മണിക്ക് മാച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഫ്യൂച്ചറിൽ ഒരു പ്രോഗ്രാം ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് പറയാൻ വേണ്ടി നമുക്ക് എന്ത് പറയാം? സിമ്പിൾ പ്രസൻറ്റ് പറയാൻ പറ്റും. ഇനി ദ ബസ് ലീവ്സ് അറ്റ് 5 PM. ബസ് എത്ര മണിക്ക് പോകും? 5 PM. വൈകുന്നേരം 5 മണിക്ക് പോവും. അത് എല്ലാ ദിവസവും പോകുന്നതാണ്. അതൊരു ഫിക്സ്ഡ് ടൈം ടേബിളാണ്. എല്ലാ ദിവസവും 5 മണിക്ക് അല്ലേ? അതൊരു ടൈം ടേബിൾ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇനി വെൻ ഡസ് ദ ഹോട്ടൽ റീഓപ്പൺ. എപ്പോഴാണ് ഹോട്ടൽ തുറക്കുന്നത്, റീഓപ്പൺ ചെയ്യുന്നത് അല്ലേ? എപ്പോഴാണ്? അത് എന്നും ഒരു കൃത്യസമയം ഉണ്ടാവില്ലേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ്ഡ് ടൈം ടേബിൾ ആണെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റും. ഇനി ഇറ്റ് ഈസ് യൂസ് ടു ഇൻട്രൊഡ്യൂസ് കൊട്ടേഷൻസ്. ക്ലിയർ ആണോ? ഇനി കൊട്ടേഷൻസ് പറയാൻ നമുക്ക് എന്തുപയോഗിക്കാം? സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ? അതായത് ആരെങ്കിലും പറഞ്ഞ കാര്യം നമുക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാൻ പറ്റും. കീറ്റ്സ് സെയ്സ് എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. കീറ്റ്സ് പറഞ്ഞ കാര്യം അതേപടി നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കും. എ തിങ് ഓഫ് ബ്യൂട്ടി ഈസ് എ ജോയ് ഫോർ എവർ. ഇനി ബേക്കൺ സെയ്സ് റീഡിങ് മേക്സ് എ ഫുൾ മാൻ. കണ്ടോ? രണ്ടും സിമ്പിൾ പ്രസൻറ്റ് നമുക്ക് പറയാൻ പറ്റും. അതായത് ഒരാൾ പറഞ്ഞ കാര്യം കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാം. നമ്മൾ എന്തൊക്കെ പറഞ്ഞു? 1 ഹബിച്വൽ ആക്ഷൻ, 2 യൂണിവേഴ്സൽ ട്രൂത്തിന് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് പറയാമെന്ന് പറഞ്ഞു. പിന്നെ ഫിക്സ്ഡ് ടൈം ടേബിൾ അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രോഗ്രാമിന് നമുക്ക് സിമ്പിൾ പ്രസൻറ്റിൽ പറയാമെന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? ഒരു കൊട്ടേഷൻ, നമ്മൾ ആരുടെയെങ്കിലും കൊട്ടേഷൻസ് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സിമ്പിൾ പ്രസൻറ്റ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് നോക്കാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ എൻ്റെ റൂൾ എന്താ? സബ്ജക്ട് പ്ലസ് ആം ഓർ ഈസ് ഓർ ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണോ? ഇനി നോക്കൂ, നമുക്കിനി പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം അല്ലേ? എവിടെയൊക്കെ ഉപയോഗിക്കുക? ഫോർ ആൻ ആക്ഷൻ ഗോയിങ് ഓൺ അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. നമ്മൾ
സംസാരിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ നടക്കുവാണെങ്കിൽ അതിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാം. അതായത് ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു ആക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നു, കുറച്ച് മുന്നേ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നതിന് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഓപ്ഷൻ ഇതെന്താ? എക്സാമ്പിൾ എന്താ? ഷീ ഈസ് സിംഗിങ് എ സോങ്. അവൾ ഒരു പാട്ട് പാടുകയാണ്, ഇപ്പോൾ ഈ സമയത്ത് പാട്ട് പാടുകയാണ്. ദ ബോയ്സ് ആർ പ്ലേയിങ് ഫുട്ബോൾ. ഇപ്പോൾ ആ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കുകയാണ്. വി ആർ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. നമ്മളെന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷ് പഠിക്കുകയാണ്. ക്ലിയർ ആണോ? ഇനി എവിടെ ഉപയോഗിക്കുക? ഫോർ എ ടെമ്പററി ആക്ഷൻ വിച്ച് മേ നോട്ട് ബി ആക്ച്വലി ഹാപ്പനിങ് അറ്റ് ദ ടൈം ഓഫ് സ്പീക്കിംഗ്. ചില ആക്ഷൻസ് നമ്മൾ പറയുന്ന സമയത്ത് നടക്കില്ല, എന്നാൽ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അതിനെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ടെമ്പററി ആക്ഷൻ, ഒരു ടെമ്പററി ആക്ഷൻ സ്പീക്കിംഗ് നമ്മളിപ്പോൾ പറയുന്ന സമയത്ത് നടക്കുന്നില്ലായിരിക്കും, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. അതിന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ഐ ആം റീഡിങ് ഹാംലെറ്റ്. ഹാംലെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോവലിൻ്റെ പേരാണ്. അപ്പം ഞാൻ ഹാംലെറ്റ് വായിക്കുകയാണ്. അതിനർത്ഥം ഇപ്പോൾ വായിക്കുന്നു എന്നല്ല, ഞാൻ രാവിലെ വായിക്കും, ഉച്ചയ്ക്ക് വായിക്കും, എപ്പോഴെങ്കിലും ദിവസവും ഞാൻ കുറച്ച് വായിക്കുന്നുണ്ട്. അതിനെയാണ് കണ്ടിന്യൂസ് ആണ് അല്ലേ അത്. അതിനെ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഐ ആം റൈറ്റിംഗ് എ സ്റ്റോറി. ഞാൻ ഒരു സ്റ്റോറി എഴുതുകയാണ്. ഇപ്പോൾ ഞാൻ എഴുതുന്നില്ല, എന്നാൽ ഞാൻ എഴുതുകയാണ്. ഒരു സ്റ്റോറിയുടെ വർക്കിലാണെന്ന് നമ്മൾ പറയത്തില്ലേ, അതുപോലെ. അതായത് നമ്മൾ സ്റ്റോറി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ എഴുതുന്നില്ല, നമ്മൾ തുടങ്ങി ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണോ? ഇനി മൂന്നാമത് എന്താ? ഫോർ ആൻ ആക്ഷൻ ദാറ്റ് ഹാസ് ഓൾറെഡി ബീൻ അറേഞ്ച് ടു ടേക്ക് പ്ലേസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഒരു ആക്ഷൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി നമ്മൾ അറേഞ്ച് ചെയ്തത് ഫ്യൂച്ചറിലത്തെ കാര്യം നമ്മൾ ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഐ ആം ഗോയിങ് ടു കേരള ടു നൈറ്റ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിക്കാറുണ്ട് കേട്ടോ. ഇത് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോണം. ഇങ്ങനെ, അതായത് ഒരു ആക്ഷൻ ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? മൈ അങ്കിൾ ഈസ് അറൈവിങ് ടുമാറോ. നാളെ ഫ്യൂച്ചറാണ്, പക്ഷേ എന്നാലും അത് ഓൾറെഡി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് നമുക്കത് കണ്ടിന്യൂസിൽ പറയാം. ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി സം വേർബ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദെയർ മീനിങ് ആർ നോട്ട് നോർമലി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ടെൻസ്. അല്ലേ, കുറച്ച് വേർഡ്സ് അതിൻ്റെ മീനിങ് വെച്ചിട്ട്, അതിൻ്റെ അർത്ഥം വെച്ചിട്ട് നമുക്ക് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് കണ്ടിന്യൂസിൽ നമ്മൾ മലയാളത്തിലും പറയത്തില്ല. നമുക്ക് ആ വേർഡുകൾ കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ. സീ, ഹിയർ, സ്മെൽ, നോട്ടീസ്, റെക്കഗ്നൈസ്, അപ്പിയർ, ലുക്ക്, സീം, ടേസ്റ്റ്, വാണ്ട്, വിഷ്, ഡിസയർ, ഫീൽ, ലൈക്ക്, ലവ്, hate, hope, refuse, prefer, think, suppose, believe, agree, consider, trust, remember, forget, know, understand, imagine, mean, mind, own, possess. ഈ വേർഡുകൾ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ക്വസ്റ്റ്യനും ചോദിക്കാറുണ്ട് കേട്ടോ. ഈ വേർഡുകൾ വന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇത് കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. ഒന്നുകിൽ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും ഉപയോഗിക്കുക. ഒന്ന് നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഈ വേർഡുകൾ വന്നാൽ മനസ്സിലായോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഈ വേർഡുകൾ വന്നാൽ മാക്സിമം പ്രസൻറ്റ് പെർഫെക്റ്റിൽ സിമ്പിൾ പ്രസൻറ്റിൽ ഉപയോഗിക്കണം. ഈ മീനിങ് വെച്ചിട്ട് നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ ഓർത്ത് വെച്ചോണം. പക്ഷേ അതിൻ്റെ മീനിങ് മാറി വരുമ്പോൾ ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്, അത് നമ്മൾ താഴെ പഠിക്കും. ക്ലിയർ ആണോ? ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ചോണം സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും അതിനകത്ത് ആൻസർ വരിക മോസ്റ്റ് ഓഫ് ദ ടൈം. അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ആ ഒരു ട്രിക്സ് തന്നിട്ടുണ്ടാവും, അത് വെച്ചിട്ട് നമുക്ക് അർത്ഥം മനസ്സിലാവും. എങ്കിൽ മാത്രമേ നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റൂ. ക്ലിയർ ആണല്ലോ? നിങ്ങൾ ഇങ്ങനെ പഠിച്ചോ, ഈ വേർഡ്സ് നിങ്ങൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റില്ല അതിൻ്റെ അർത്ഥം വെച്ചിട്ട്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ദ വെർബ് ലിസ്റ്റഡ് എബോവ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ കണ്ടിന്യൂസ് ടെൻസ് വിത്ത് എ ചേഞ്ച് ഓഫ് മീനിങ്. ഞാൻ പറഞ്ഞല്ലോ, മീനിങ് ചേഞ്ച് ആവുകയാണെങ്കിൽ നമുക്കിതിനെ കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റും. ക്ലിയർ ആണോ? ഷീ ഈസ് ടേസ്റ്റിംഗ് ദ സൂപ്പ് ടു സീ ഇഫ് ഇറ്റ് നീഡ്സ് മോർ സോൾട്ട്. അവളെന്താ സൂപ്പ് ടേസ്റ്റ് ചെയ്യുകയാണ്. അതൊരു കണ്ടിന്യൂസ് ആക്ഷൻ അല്ലേ, ടേസ്റ്റ് ചെയ്യാണ്. ഇനിയും ഇതിനകത്തോട്ട് ഉപ്പിടണോ നോക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് കണ്ടിന്യൂസിൽ ഉപയോഗിക്കാൻ പറ്റും. അതർവൈസ് നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല. ഐ ആം തിങ്കിങ് ഓഫ് ഗോയിങ് ടു മലേഷ്യ. ഇത് തിങ്കിങ് ഓഫ്, ഞാൻ വിചാരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, അങ്ങനെ പറയുന്ന അർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഐ ആം തിങ്കിങ് ഓഫ് ഗോയിങ് ടു മലേഷ്യ. നമ്മൾ പറയില്ലല്ലോ ഐ ആം തിങ്കിങ് യു ആർ റോങ്, അങ്ങനെ പറയാൻ പറ്റില്ല.
ഐ ആം തിങ്കിങ്, ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ റോങ് ആണ്. ഐ തിങ്ക് യു ആർ റോങ് എന്ന് പറയാം. ക്ലിയർ ആണോ? പക്ഷേ ഇവിടെ എന്താ, ഐ ആം തിങ്കിങ്, അതൊരു ആക്ഷനാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മലേഷ്യയിലോട്ട് പോകാൻ, അല്ലേ? മലേഷ്യയിൽ പോകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇനി ദേ ആർ ഹാവിങ് ലഞ്ച്. ഇവിടെ ഹാവ് കഴിക്കുക എന്നുള്ള അർത്ഥത്തിൽ, നമ്മൾ ആഹാരം കഴിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പറയാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ആക്ഷൻ ആണെങ്കിൽ നമുക്ക് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും ഈ മുകളിൽ പറഞ്ഞ വേർഡ്സ്. അതർവൈസ് നമ്മൾ കണ്ടിന്യൂസിൽ പറയത്തില്ല. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കെന്താ, പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസ്. പ്രസൻറ്റ് പെർഫെക്റ്റ് ടെൻസിൻ്റെ റൂൾ എന്താ? സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് അതേഴ്സ്. നമ്മൾ ഓബ്ജക്റ്റിനോട് അതേഴ്സ് മാത്രം മാറ്റി, ബാക്കിയൊക്കെ സെയിം ആണ്. നമ്മൾ ഓബ്ജക്റ്റ് മാത്രമല്ല അഡ്ജക്റ്റീവോ ആഡ്വർബോ ഒക്കെ വരാമെന്ന് നമ്മൾ പറഞ്ഞു. റൂള് മനസ്സിലായല്ലോ? ഇതാണ് റൂള്. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഹാവോ ഹാസ് കഴിഞ്ഞിട്ട് V3 വരും. പ്രസൻറ്റ് പെർഫെക്റ്റിൽ V3യും കണ്ടിന്യൂസിൽ നമുക്ക് എന്ത് വരും? വെർബ് പ്ലസ് ING വരും. മറക്കരുത്, ഈ രണ്ട് കാര്യവും മറക്കരുത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് എവിടെയൊക്കെ ഉപയോഗിക്കാൻ നോക്കാം. ടു ഇൻഡിക്കേറ്റ് കംപ്ലീറ്റഡ് ആക്ടിവിറ്റീസ് ഇൻ ദ ഇമ്മീഡിയറ്റ് പാസ്റ്റ്. നമുക്ക് ഇമ്മീഡിയറ്റ് പാസ്റ്റിൽ ഒരാക്ഷൻ കംപ്ലീറ്റ് ആയെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഹി ഹാസ് ജസ്റ്റ് ഗോൺ ഔട്ട്. ഇപ്പോൾ അദ്ദേഹം ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ, അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അദ്ദേഹം ഇവിടുന്ന് പോയിട്ടേ ഉള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ന് പറയാൻ പറ്റും? പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ, ഇപ്പോൾ കംപ്ലീറ്റ് ആയ ആക്ഷൻസിന് വേണ്ടിയിട്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ്. ഇറ്റ് ഹാസ് ജസ്റ്റ് സ്ട്രക്ക് 10. 10 മണി ഇപ്പോൾ അടിച്ചിട്ടേ ഉള്ളൂ. ക്ലിയർ ആണോ? ഇനി ഐ ഹാവ് ജസ്റ്റ് മെറ്റ് ഹിം. ഇപ്പോൾ ഞാൻ അവനെ കണ്ടിട്ടേ ഉള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി ടു എക്സ്പ്രസ് പാസ്റ്റ് ആക്ഷൻസ് ഹൂസ് ടൈം ഈസ് നോട്ട് ഗിവൺ ആൻഡ് നോട്ട് ഡെഫിനിറ്റ്. ഒരാക്ഷൻ തന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ ടൈം തന്നിട്ടില്ല, അല്ലെങ്കിൽ ടൈം ഡെഫിനിറ്റ് അല്ല, കറക്റ്റ് ടൈം തന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം. എക്സാമ്പിൾസ് നോക്കിക്കോളൂ. ടൈം തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. ഈ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുക. ടൈം കറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ, അതായത് പാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ് ആണെങ്കിൽ പ്രസൻറ്റിൽ ഉപയോഗിക്കണം. ഡെഫിനിറ്റ് ടൈം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കാം. അത് മോസ്റ്റ് ഓഫ് ദ ടൈം സിൻസും ഫോറും ആയിരിക്കും വരിക. സിൻസും ഫോറും വരുമ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒന്നുകിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും, അല്ലെങ്കിൽ പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ക്ലിയർ ആണോ? നോക്കിയോ, ഹാവ് യു റീഡ് ഹാംലെറ്റ്? എപ്പോൾ വായിച്ചു, എപ്പോൾ വായിച്ചില്ല എന്നൊന്നും അറിയില്ല, നീ വായിച്ചിട്ടുണ്ടോ എന്നുള്ള വരുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ചോദിക്കാൻ പറ്റും. ഐ ഹാവ് നെവർ നോൺ ഹിം ടു ബി ആംഗ്രി. ക്ലിയർ ആണോ? ഇനി മിസ്റ്റർ ഹാരി ഹാസ് ഗോൺ ടു ദുബായ്. കണ്ടോ, ഇതിൽ ടൈം തന്നിട്ടില്ല അല്ലെങ്കിൽ ഡെഫിനിറ്റ് ടൈം ഇല്ലായിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ? ഇനി ടു ഡിസ്ക്രൈബ് പാസ്റ്റ് ഈവൻറ്റ്സ് വെൻ വി തിങ്ക് മോർ ഓഫ് ദെയർ എഫക്റ്റ് ഇൻ ദ പ്രസൻറ്റ് ദാൻ ഓഫ് ദ ആക്ഷൻ ഇറ്റ് സെൽഫ്. നമ്മുടെ ഒരു ആക്ഷൻ എന്താ? പാസ്റ്റ് ഈവൻറ്റ് പാസ്റ്റിലെയാണ്, അതായത് കഴിഞ്ഞ കാര്യമാണ്, എന്നാൽ അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് അതിന് കൂടുതൽ, അല്ലേ? അതായത് ഒരു ആക്ഷൻ പാസ്റ്റിൽ കഴിഞ്ഞു, അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ് കൂടുതലെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാമെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? രാമു ഹാസ് ഈറ്റൻ ഓൾ ദ ബിസ്ക്കറ്റ്സ്. ഇതിനർത്ഥം എന്താ? രാമു എല്ലാ ബിസ്ക്കറ്റ്സും കഴിച്ചു, അല്ലേ? അത് അതിൻ്റെ എഫക്റ്റ് ഇപ്പോൾ എന്താ? ഇപ്പം നമ്മുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ല, അതാണ് അതിൻ്റെ എഫക്റ്റ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. രാമു ഹാസ് ഈറ്റൻ ഓൾ ദ ബിസ്ക്കറ്റ്സ്. ക്ലിയർ ആണോ? ഇനി ഐ ഹാവ് കട്ട് മൈ ഫിംഗർ. ഞാൻ എൻ്റെ വിരൽ മുറിച്ചു. എന്താ അത്? എന്താ? ഇപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ പെയിൻ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലീഡിങ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് ഐ ഹാവ് കട്ട് മൈ ഫിംഗർ എന്ന് പറയുന്നത്, അല്ലേ? ക്ലിയർ ആണോ? അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴല്ലേ? പെയിൻ എടുക്കുന്ന ഇപ്പോഴാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്തു, പക്ഷേ ഇപ്പോൾ പെയിൻ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ബ്ലീഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ എഫക്റ്റ് ഇപ്പോൾ കൂടുതലാണെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക്. ക്ലിയർ ആണോ? ഐ ഹാവ് ഫിനിഷ്ഡ് മൈ വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഫ്രീ ആണ്. ക്ലിയർ അല്ലേ? ഇനി എവിടെയാ? ടു ഡിനോട്ട് ആൻ ആക്ഷൻ ബിഗിനിങ് അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് കണ്ടിന്യൂയിങ് അപ് ടു ദ പ്രസൻറ്റ് മൊമെൻറ്റ്, ഓഫൻ വിത്ത് സിൻസ് ഓർ ഫോർ. നമ്മൾ ഒരാക്ഷൻ പാസ്റ്റിൽ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ സിൻസും ഫോറും വരുമ്പം ശ്രദ്ധിച്ചോണം. നമ്മൾ
ചില വാക്കുകൾ പഠിച്ചു അല്ലേ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കത്തില്ല എന്ന്. ആ കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാത്തത്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാത്ത വാക്കുകൾ ഇവിടെ ഉപയോഗിക്കുമ്പം നമ്മൾ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഒരു ആക്ഷൻ നേരത്തെ തുടങ്ങി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യാന്നുള്ളത് പറയുന്നതിന് വേണ്ടി നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. ക്ലിയർ ആണോ? ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. നോ നമ്മൾ പഠിച്ചു, കണ്ടിന്യൂസിൽ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പഠിച്ചു നമ്മൾ കുറേ നാളായിട്ട് എനിക്ക് അവനെ അറിയാം, കുറേ നാളായിട്ട് ഞാൻ അവനെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നമ്മൾ പറയത്തില്ല. അതുകൊണ്ടാണ് ഐ ഹാവ് നോൺ ഹിം ഫോർ എ ലോങ് ടൈം. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ഹി ഹാസ് ബീൻ ഇൽ സിൻസ് ലാസ്റ്റ് വീക്ക്. നോക്ക്, കഴിഞ്ഞ ആഴ്ച മുതൽ അവന് സുഖമില്ല. മനസ്സിലായി? ഇല്ലെന്ന വാക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി ഉപയോഗിക്കില്ല. അതുകൊണ്ട് നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാൻ പറ്റും. കഴിഞ്ഞ ആഴ്ച മുതൽ ഇല്ലാണ്, ഇപ്പോഴും ഇല്ലാണ് അതിനർത്ഥം. ക്ലിയർ ആണല്ലോ? ഇപ്പോഴും സുഖമില്ല എന്നതാണ് അതിനർത്ഥം. ക്ലിയർ ആണോ? വി ഹാവ് ലിവ്ഡ് ഹിയർ ഫോർ 5 years. നമ്മളിവിടെ 5 വർഷമായി ജീവിക്കുകയാണ്. ക്ലിയർ ആണോ? അതായത് ഇപ്പോഴും ജീവിക്കുകയാണ്, ഇപ്പോഴും ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി വി ഹാവൻ സീൻ ഹിം ഓർ ഹെർ ഫോർ സെവറൽ മന്ത്സ്. പല മാസങ്ങളായി ഞാൻ അവനെയോ അവളെയോ ഞങ്ങൾ കണ്ടിട്ടില്ല. ക്ലിയർ ആണല്ലോ? ഇതും സീനും നമ്മൾ കണ്ടിന്യൂസിൽ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കുന്നു. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് ഈസ് നെവർ യൂസ്ഡ് വിത്ത് പാസ്റ്റ് ടൈം. ഞാൻ നേരത്തെ പറഞ്ഞു പാസ്റ്റ് ടൈം തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് സിമ്പിൾ പ്രസൻറ്റിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഹി ഹാസ് ഗോൺ ടു കേരള യെസ്റ്റർഡേ. കണ്ടോ? തെറ്റാണത്, റോങ്. ഹി ഹാസ് ഗോൺ ടു കേരള യെസ്റ്റർഡേ. ഇനി റൈറ്റ് ശരിയെന്താ? ഹി വെൻ ടു കേരള യെസ്റ്റർഡേ എന്ന് പറയണം. സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ പറയേണ്ടി വരും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് ഞാൻ വിശ്വസിക്കുന്നു. ദ ഫോളോയിങ് വേർഡ്സ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ദ പ്രസൻറ്റ് പെർഫെക്റ്റ്. നമ്മൾ കുറച്ച് വേർഡ്സ് കണ്ടിന്യൂസ്ലി ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു അല്ലേ? ഇവിടെ നമ്മൾ കുറച്ച് വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സ് വന്ന പ്രസൻറ്റ് പെർഫെക്റ്റിൽ ഉപയോഗിക്കാം. ഈ വേർഡ്സ് വന്ന് നിങ്ങൾ ചിന്തിച്ചോണം, ഇതിൻ്റെ ടെൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് ആയിരിക്കും. ഓർത്ത് വെച്ചോണം. നെവർ, എവർ, സോ ഫാർ, ടിൽ നൗ, യെറ്റ്, അപ് ടു നൗ, റീസൺലി, ഓൾറെഡി, ടുഡേ, ദിസ് വീക്ക്, ദിസ് മന്ത്, എറ്റ്സെട്ര. നോക്കൂ, ദിസ് വീക്കും ദിസ് മന്തും ഇത് നിങ്ങൾ തെറ്റിദ്ധരി. ദിസ് വീക്ക് എന്ന് പറഞ്ഞാൽ ഈ ആഴ്ച ഇന്നത്തെ ദിവസവും ഈ ആഴ്ചയിൽ പെടും. ദിസ് മന്ത് എന്ന് പറഞ്ഞാൽ ഈ മാസം. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണല്ലോ? ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണോ? റൂള് നമ്മൾ ഇവിടെ വെർബ് പ്ലസ് ING വരും, പ്ലസ് ഹാവ് പ്ലസ് ബീൻ വരും. സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING. കണ്ടിന്യൂസ് വന്നതുകൊണ്ട് നമ്മൾ അവിടെ മുകളിലും പ്രസൻറ്റ് കണ്ടിന്യൂസിൽ നമ്മൾ വെർബ് പ്ലസ് ING പഠിച്ചു. ഇവിടെയും വെർബ് പ്ലസ് ING പ്ലസ് അതേഴ്സ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി എവിടെയൊക്കെ ഉപയോഗിക്കും നമുക്ക് നോക്കാം. ഫോർ ആൻ ആക്ഷൻ വിച്ച് ബിഗൻ അറ്റ് സം ടൈം ഇൻ ദ പാസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റിൽ കണ്ടിന്യൂ. ഒരു ആക്ഷൻ പാസ്റ്റിൽ തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കതിനെ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്ന് പറയാൻ പറ്റും. എക്സാമ്പിൾ എന്താ? ഹി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 5 hours. 5 മണിക്കൂറായി അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 5 മണിക്കൂറിന് മുന്നേ ഉറങ്ങാൻ തുടങ്ങി, ഇപ്പോഴും ഉറങ്ങുകയാണ്. അതാണ് അതിനർത്ഥം. ക്ലിയർ ആണോ? ദേ ഹാവ് ബീൻ ബിൽഡിംഗ് ദ ബ്രിഡ്ജ് ഫോർ സെവറൽ മന്ത്സ്. പല മാസങ്ങളായിട്ട് ഇവർ ഈ ബ്രിഡ്ജ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ? ഇപ്പോഴും പണി തീർന്നിട്ടില്ല, ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുകയാണ്. ക്ലിയർ ആണല്ലോ? വി ഹാവ് ബീൻ വർക്കിംഗ് ഹിയർ സിൻസ് 2020. 2020 മുതൽ നമ്മളിവിടെ വർക്ക് ചെയ്യുകയാണ്. ഇപ്പോഴും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 o'clock. ദേ ഹാവ് ബീൻ പ്ലേയിങ് സിൻസ് 4 o'clock. 4 മണി മുതലേ അവർ കളിക്കുകയാണ്. 4 മണി മുതൽ അവർ കളിക്കുകയാണ്. സിൻസും ഫോറും ശ്രദ്ധിച്ചോണം. 4 several months, പല മാസങ്ങളായി. ആയി എന്നുള്ള അർത്ഥം വരുമ്പോൾ ഫോറും. സിൻസ് എവിടെ വരും? 4 o'clock അല്ലേ? സിൻസ് 4 o'clock, 4 മണി മുതൽ എന്നുള്ള അർത്ഥം വരുമ്പോൾ നമ്മൾ സിൻസ്. അല്ലെങ്കിൽ ഫോറിന് നമുക്ക് പീരിയഡ് ഓഫ് ടൈം എന്നും സിൻസിന് നമുക്ക് പോയിന്റ് ഓഫ് ടൈമിനും എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇനി എവിടെ ഉപയോഗിക്കുക? For an action already finished in such a cases, the continuity of activity is emphasized as an explanation of something. ഒരു ആക്ഷൻ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ കാണിക്കാൻ വേണ്ടി, ഒരു ആക്ഷൻ നമ്മൾ ചെയ്തു, അത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ കണ്ടിന്യൂറ്റിക്ക് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നൽകാൻ വേണ്ടിയിട്ട് പറയുന്നതിനെ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയാൻ പറ്റും. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. എക്സാമ്പിൾ നോക്കിയോ. വൈ ആർ യുവർ ക്ലോത്ത്സ് സോ വെറ്റ്?
എന്തുകൊണ്ടാണ് നിങ്ങളെ ക്ലോത്ത്സ് വെറ്റായിരിക്കുന്നത്? അവർക്ക് എന്താ, അവർ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രവൃത്തി ചെയ്തു എന്ന് ഇവിടെ പറയണം. അപ്പം അപ്പോഴേ നമുക്ക് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ പറയേണ്ടതുള്ളൂ. ക്ലിയർ അല്ലേ? ഐ ഹാവ് ബീൻ വാട്ടറിങ് ദ ഗാർഡൻ. ഞാൻ ഗാർഡൻ നനയ്ക്കുകയായിരുന്നു. ക്ലിയർ ആണോ? ഞാൻ ഗാർഡൻ നനയ്ക്കുകയായിരുന്നു. ഐ ഹാവ് ബീൻ വാട്ടറിങ് ദ ഗാർഡൻ. എന്താ, നമ്മൾ ഗാർഡൻ നനയ്ക്കുമ്പോൾ കുറേ സമയം എടുക്കും. അപ്പോൾ കുറേ സമയം നനച്ചപ്പോൾ അതിൻ്റെ തുണി നനഞ്ഞു. അത് കാണിക്കാൻ വേണ്ടിയിട്ട്, ആ കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ കണ്ടിന്യൂറ്റിക്ക് ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കും. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ഫോറും സിൻസും ഞാൻ പറഞ്ഞു തന്നു. പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും ഫോർ എവിടെ ഉപയോഗിക്കുക? 2 വർഷങ്ങളായി. ഫോർ 2 years, ഫോർ 3 months 3 മാസങ്ങളായി, ഫോർ സെവറൽ മന്ത്സ് പല മാസങ്ങളായി. അപ്പോൾ നമ്മൾ പീരീഡ് ഓഫ് ടൈം ആണെങ്കിൽ ഫോറും. ഇനി പോയിന്റ് ഓഫ് ടൈം. പോയിന്റ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ സിൻസ് 2021 2021 മുതൽ, സിൻസ് 2001 2001 മുതൽ, സിൻസ് മാർച്ച് മുതൽ, അങ്ങനെയുള്ള അർത്ഥം വരുമ്പോൾ നമുക്ക് സിൻസ് ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? നിങ്ങൾക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് സിൻസും ഫോറും ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇനി ഒരു 35 ക്വസ്റ്റ്യൻസ് ഇതാ തന്നിട്ടുണ്ട്. ഇത് നോക്കിക്കോളൂ. എക്സസൈസ് 1. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തോളൂ. ഇത് നിങ്ങൾ ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തിട്ട് നമുക്ക് എക്സസൈസ് 2 35 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾ എല്ലാം പഠിച്ചത് വെച്ചിട്ട് ഒന്നും കൂടെ നല്ലോണം പഠിച്ചിട്ട് ശരിക്കും ഈ ആൻസേഴ്സ് ചെയ്യുക. ആൻസേഴ്സ് ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പം എല്ലാവരും ഇതുവരെ ക്ഷമയോടെ എൻ്റെ ക്ലാസ് കേട്ടതിന് താങ്ക് യു വെരി മച്ച്. സി യു സൂൺ. ഓക്കെ, ബൈ.